വെച്ചിട്ടുള്ള ആരോപണങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ്, കുറഞ്ഞിട്ടില്ല, ഡേ ബൈ ഡേ കൂടിക്കൊണ്ടുവരികയാണ്. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള സാധാരണക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ അവർക്കുണ്ടായിട്ടുള്ള ദുരവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒലിവിയയിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിള്ളേരല്ലേ ചേച്ചി, അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അസൂയ കമന്റ് ബോക്സ് തുറക്കുമ്പോഴേ എല്ലാം പെൺപിള്ളേർ, സ്വാഭാവികമായിട്ട് അവർക്ക് അസൂയപ്പെട്ടിട്ട് അസൂയക്ക് എന്തായാലും വരുന്നില്ല. അത് പെൺപിള്ളേരായാലും. ഞാനിവിടെ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. നമ്മളെ ഒരു സ്റ്റാഫ് എന്നുപരി നല്ലൊരു സഹോദരി പോലെയാണ് കണ്ടിട്ടുള്ളത്. ഈ പോയവര് ഈ കമന്റ് ഇട്ടെന്ന് പറയുന്നുണ്ടല്ലോ, അവര് പോലും ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് ആട്ടം ആടി പോയവരാണ് സത്യമായിട്ടും. ഒലിവിയ ഡിസൈൻസിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ പറയുന്ന ഓഡിയാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അവരെന്താണ് പറയുന്നത്? ഇപ്പൊ പുറത്തു പോയിട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവര് ഒലിവിയ ഡിസൈൻസിൽ ആട്ടവും പാട്ടും ആടി പോയവരാണ്, അവർക്കൊക്കെ അസൂയാണ് എന്നാണ് അവര് പറയുന്നത്. പുറത്തു നിൽക്കുന്ന പെൺകുട്ടികൾ എന്താണ് പറയുന്നത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എടുത്ത സിമ്മുകള്, പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അവരുടെ സാലറിന്ന് കട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള പൈസകൾ ഇത് അത്രയും ഇവര് കൊടുക്കാനുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ നിങ്ങൾക്ക് കാശ് കിട്ടാറുണ്ട്, എനിക്ക് 51,885 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അതായത് 2 മാസത്തെ സാലറിയും അതായത് കമ്മീഷൻ 2 മാസത്തെ സാലറി ഉണ്ട്, 4 മാസത്തെ ഡെപ്പോസിറ്റും ഉണ്ട്. അത് കൂടാതെ എന്റെ മുദ്രപത്രവും ചെക്ക് ലീഫും ഉണ്ട്. അത് കിട്ടാനുണ്ട്. അത് ഇവര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അത് പലരുടെയൊന്നും മേടിച്ചിട്ടില്ല, പലരുടെയും മേടിച്ചിട്ടില്ല. ഈ മുദ്രപത്രവും അതായത് നമ്മള് 10 ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ബോണ്ട് എഴുതിക്കുന്നുണ്ട്, അതിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പറയുന്നത് കേട്ടോ. അപ്പം അവിടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇവര് പൈസ കൊടുത്ത് ഫോൺ മേടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവര് മേടിച്ചു തരും. അവര് മേടിച്ചു തരുമ്പോ എത്രയോ 50,000 രൂപയുടെ ഒരു പേപ്പറിൽ ഇവർ ഒപ്പിട്ട് കൊടുക്കണം. ഇത്ര രൂപയായി എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കണം. പക്ഷെ ഇവർക്ക് കിട്ടുന്നത് ഫോൺ 10,000 രൂപയാണ്. അപ്പൊ ഇതിലുള്ള കുട്ടികൾ മാലയൊക്കെ പണയം വെച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യാനുള്ള ഫോൺ വരെ മേടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള 1 അല്ല 2 അല്ല 10-ലധികം പെൺകുട്ടികളാണ് അവരുടെ വീടിന്റെ മുമ്പിൽ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. അവര് പോലീസ് സ്റ്റേഷനിൽ അടക്കം പോയിട്ടാണ് ആ വീടിന് മുമ്പിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ അറിയാം, ആ ഒലിവിയ ഡിസൈൻസിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അകത്തു നിന്ന് പുറത്തേക്ക് കൂവുകയാണ്. അപ്പൊ പുറത്ത് നിൽക്കുന്ന ഈ കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളും ഇത് തന്നെയാണ് ചെയ്യുകയുള്ളൂ എന്നാണ് ഈ കുട്ടികളും പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒലിവിയ ഡിസൈൻസിന്റെ ജോബ് ഓഫർ നമ്മൾ കണ്ടിട്ടുണ്ട്. 25,000 സാലറി, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ടൈമുകളിൽ പാട്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ട് സാധാരണക്കാരുടെ കുടുംബത്തിലുള്ള കുട്ടികൾ എന്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ, ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന് സ്വപ്നം കണ്ട് ഇവരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പം ഇവരുടെ അവസ്ഥയെ മുതലെടുത്തിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? എല്ലാ കട്ടിങ്ങും ഫൈനും എല്ലാം അടക്കം ലാസ്റ്റ് എല്ലാം കൂടി പിടിച്ചു വെച്ച് ലാസ്റ്റ് 10,000 രൂപയിൽ കുറവുള്ള ഒരു എമൗണ്ട് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. ഒരു കമ്പനിയിലും ഇല്ലാത്ത ഫൈനും സ്ട്രിക്ട്നെസ്സും ആണ് ഇവർക്കുള്ളത്. 1-ലധികം പെൺകുട്ടികളാണ് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ ഒരു സ്ഥാപനം നടത്തുന്ന വീടിന് മുന്നിൽ അവർ ചെന്ന് നിന്നപ്പോൾ ആ ഒരു സ്ഥാപനത്തിലുള്ള പെൺകുട്ടികൾ, ഒലിവിയയിൽ ഇപ്പൊ ജോലി ചെയ്ത പെൺകുട്ടികൾ വളരെ ഉറക്ക കൂവാണ്. കുറുക്കന്മാരെക്കാട്ടും ഉറക്കെയാണ് അവർ കൂവിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ പെൺകുട്ടികൾ പറയുന്നതിൽ, പുറത്ത് വന്നു നിന്ന് ഒലിവിയക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നവരും ഇവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ ഈ പുറത്ത് നിന്ന് അനുഭവിക്കുന്നവരുടെ ഗതി അവർക്കും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ മോഹന വാഗ്ദാനങ്ങളും 25,000 എല്ലാം പറഞ്ഞ് പറ്റിച്ച് അവര് ജോലി ചെയ്തിട്ടുള്ള സാലറി വാങ്ങിച്ച് അതും കട്ട് ചെയ്ത് തുച്ഛമായ ഒരു പൈസ കൊടുത്ത് ഒതുക്കാം എന്ന് വിചാരിച്ച് മുതലെടുക്കാൻ നടക്കുന്ന ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളും വെച്ച് വഴിക്കാൻ പാടില്ല. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടി വരണം. അതേപോലെ ഈ പൈസ പോയിട്ടുള്ള ഈ കുട്ടികൾക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം.